നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. കൊടകര കുന്നത്തൃക്കോവിൽ ക്ഷേത്രത്തിലെ കാവടി ഉത്സവം ആഘോഷിച്ചു. 21 ദേശങ്ങളിൽ നിന്നെത്തിയ കാവടികൾ പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായുള്ള സപ്തമി വിളക്ക് വ്യാഴാഴ്ച ആഘോഷിക്കും. ചുറ്റുവിളക്കിലെ ദീപങ്ങളെല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തെളിയുന്ന ഏക വിളക്കാണ് സപ്തമി വിളക്ക്. വാർത്തകൾ വിശദമായി. വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ ഇവരുടെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി. വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. അർച്ചന ഭർത്തൃവീട്ടിൽ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നെന്നും കൊലപ്പെടുത്തിയതാണെന്നും കുടുംബം ആരോപിക്കുന്നു. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് കഴിഞ്ഞ ദിവസം തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മനക്കലക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് അർച്ചന. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത വരന്തരപ്പിള്ളി പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു. 7 മാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയവിവാഹം. അന്നു മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു. വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാനും ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു. മകളെ ഒരിക്കൽ അളഗപ്പ നഗർ പോളിടെക്നിക്കിന് മുൻപിൽ വെച്ച് അടിച്ചു. ഇത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ വരണ്ടെന്നുമായിരുന്നു ഷാരോണിന്റെ പ്രതികരണമെന്നും അർച്ചനയുടെ സഹോദരി അനു പറഞ്ഞു. അർച്ചനയുടെ മരണത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെന്നും ഷാരോണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് മരിച്ച അർച്ചനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് അർച്ചനയുടെ കുടുംബം അറിയിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മീഡിയ ടൈം, പുതുക്കാട്. കൊടകര കുന്നത്തൃക്കോവിൽ ക്ഷേത്രത്തിലെ കാവടി ഉത്സവം ആഘോഷിച്ചു. 21 ദേശങ്ങളിൽ നിന്നെത്തിയ കാവടികൾ പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ക്ഷേത്രഭരണ സമിതിയും ഭക്തജനങ്ങളും ചേർന്ന് കുന്നത്തൃക്കോവിലെത്തി ആദ്യത്തെ അഭിഷേകം നടത്തി. കൊടകരയാകെ ഷഷ്ടി ആഘോഷത്തിൽ. കൊടകര കുന്നത്തൃക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന് 21 സംഘങ്ങളാണ് ഇക്കുറി പങ്കാളികളായത്. പുലർച്ചെ 4 മണിക്ക് പൂനിലാർക്കാവ് ദേവസ്വത്തിന്റെ ആദ്യ അഭിഷേകവും തുടർന്ന് ഭക്തരുടെയും വിവിധ കാവടി സംഘങ്ങളുടെയും അഭിഷേകം നടന്നു. ഷഷ്ടിയുടെ ചടങ്ങുകളെല്ലാം കുന്നത്തൃക്കോവിൽ ക്ഷേത്രത്തിലാണ് നടക്കുന്നതെങ്കിലും കാവടിയാട്ടം പൂനിലാർക്കാവ് ക്ഷേത്ര സന്നിധിയിലാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ കാവടി സംഘങ്ങൾ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിലെത്തി. വിശ്വബ്രാഹ്മണ സമാജമാണ് ആദ്യമെത്തുന്നത്. വൈകിട്ട് 5 മണിവരെ പകൽ കാവടിയാട്ടമുണ്ടായി. രാത്രിയിലും പകലിന്റെ ആവർത്തനമുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടകര. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായുള്ള സപ്തമി വിളക്ക് വ്യാഴാഴ്ച ആഘോഷിക്കും. ചുറ്റുവിളക്കിലെ ദീപങ്ങളെല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തെളിയുന്ന ഏക വിളക്കാണ് സപ്തമി വിളക്ക്. ഇത് പുരാതന കുടുംബമായ ഗുരുവായൂരിലെ നെന്മിനിമന NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ളതാണ്. രാത്രിയിലെ വിളക്കെഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വര പ്രദക്ഷിണമാണ് പ്രധാന വാദ്യവിശേഷം. പനമണ്ണ ശശി, കുമ്പിടി രതീഷ്, മമ്മിയൂർ വിഷ്ണു, ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ, ഗുരുവായൂർ കൃഷ്ണപ്രസാദ് മാരാർ എന്നിവരാണ് ഇടയ്ക്ക നിരയിൽ. നാഗസ്വരത്തിൽ ഗുരുവായൂർ മുരളി, വടശ്ശേരി സേതു, വടശ്ശേരി ശിവദാസൻ, കൊല്ലങ്കോട് രമേശ്, K സുഭാഷ് എന്നിവരുമുണ്ടാകും. കൊടുങ്ങല്ലൂർ നഗരസഭ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. NDA ജില്ലാ കൺവീനർ PK രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 46 വാർഡുകളിലും നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും, ഒരു വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലും നമ്മുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഈ മത്സരം ഈ കൊടുങ്ങല്ലൂരിന്റെ തലവര മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറ്റുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും
ജീവൻ മരണ പോരാട്ടം തന്നെയാണ് എല്ലാ വാർഡിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ ട്രഷറർ കെ.ആർ. വിദ്യാസാഗർ, സംസ്ഥാന കൌൺസിൽ അംഗം വി.ജി. ഉണ്ണികൃഷ്ണൻ, ബി.ഡി.ജെ.എസ്. ജില്ലാ ജനറൽ സെക്രട്ടറി ദിനിൽ മാധവ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്തരവെപ്പ് ചടങ്ങ് നടന്നു. സുരേന്ദ്രവർമ്മ കൊടുങ്ങല്ലൂർ കോവിലകം, ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട്, സമിതി പ്രസിഡന്റ് പി.കെ. രവീന്ദ്രൻ, സെക്രട്ടറി ബിബിൻ ബാലൻ, ജോയിന്റ് സെക്രട്ടറി സുധീർ മേനോൻ, സമിതി അംഗങ്ങളായ സുനിൽ അഷ്ടപതി, എം.സി. ഗിരീഷ്, സാജൻ, കെ.കെ. ദേവി, ഉഷാ മോഹനൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ചരിത്ര പ്രസിദ്ധമായ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന ശിവന്റെ അമ്പലത്തിൻ്റെ കട്ടിളവയ്പ്പാണ് ഇന്ന് നല്ല മുഹൂർത്തത്തിൽ ഇവിടുത്തെ ദേവസ്വം ഓഫീസറുടെ, സമിതി ഭാരവാഹികളുടെയും മറ്റു വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇത് കേവലം ഒരു ശിവക്ഷേത്രം കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അറിയാൻ പറ്റും, പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും ഈ ശിവൻ്റെ ശ്രീകോവിലും ഒരേ നിലയിലാണ് നിൽക്കുന്നത് ഉയരത്തിൻ്റെ കാര്യത്തിൽ. ഇന്നത് മാത്രമല്ല, ഈ ശിവൻ ഒരു പ്രത്യേക ശക്തിയുള്ള ശിവനാണ്. നമ്മൾ ദേവസ്വത്തിൻ്റെയും ഇവിടുത്തെ സമിതിയുടെയൊക്കെ ഉത്സാഹത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ പ്രശ്നം വയ്പ്പൊക്കെ നടത്തിയിട്ടുണ്ട്. പ്രശ്നചാർത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം. കൊടകര കുന്നത്തൃക്കോവിൽ ക്ഷേത്രത്തിലെ കാവടി ഉത്സവം ആഘോഷിച്ചു. 21 ദേശങ്ങളിൽ നിന്നെത്തിയ കാവടികൾ പൂനിലാർക്കാവ് ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായുള്ള സപ്തമി വിളക്ക് വ്യാഴാഴ്ച ആഘോഷിക്കും. ചുറ്റുവിളക്കിലെ ദീപങ്ങളെല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തെളിയുന്ന ഏക വിളക്കാണ് സപ്തമി വിളക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.